നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തെ, കഴിഞ്ഞ കുറേ ദിവസമായി ബി അശോക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബി അശോക് മാത്രമല്ല, വിരമിച്ച ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകറും ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ബിജു പ്രഭാകർ ഇതൊക്കെ ഇലക്ഷന് മുമ്പ് പറയാമായിരുന്നു. മുമ്പ് ബി അശോക് പറയുന്നതിന് മുമ്പ് പ്രശാന്ത് നായർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പ്രശാന്ത് നായരെ പുറത്താക്കുകയും പ്രശാന്ത് നായർക്ക് വേണ്ട പ്രാധാന്യം കിട്ടുകയും ചെയ്തില്ല എന്നാണ് മാധ്യമങ്ങൾ ചിലരൊക്കെ പ്രാധാന്യം കൊടുത്തെങ്കിൽ പ്രശാന്ത് നായർ പറഞ്ഞതൊക്കെ പലതും ശരിയാണെന്ന് ഇപ്പോൾ വരുന്നു. അതെ, പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു യാത്രയപ്പൊക്കെ എല്ലാവർക്കും കൊടുത്തു. ആ യാത്രയപ്പിൽ ചില മാധ്യമങ്ങൾ അതിനെ വലിയതായി പർവ്വതീകരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് പിണറായി വിജയൻ ഓരോ വകുപ്പ് മേധാവിയെയും വിളിച്ചു വരുത്തി ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയായിരുന്നു, ഓരോരുത്തരോടും പ്രത്യേകിച്ച് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ റിപ്പോർട്ടർ ചാനലാണ് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ എന്തോ മഹാകാര്യം ചെയ്തു എന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു. ഏതായാലും IAS ഓഫീസർമാരൊക്കെ പലപ്പോഴും അസ്വസ്ഥരായിരുന്നു ഈ ഭരണത്തിന് കീഴിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ബി അശോകിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായി ബി അശോക് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബി അശോക് നേരത്തെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെയുള്ള ഒരു കുരിശുയുദ്ധം എന്നേ പറയാൻ കഴിയൂ. അദ്ദേഹത്തെ അതിൽ ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. എല്ലായ്പ്പോഴും ചിലർ പറയില്ല, സേഫ് സോണിൽ നിൽക്കും. പക്ഷെ ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തെ ഈ രീതിയിൽ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നത് KM എബ്രഹാം ആണെന്നാണ്. കിഫ്ബിയുടെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയൊക്കെ ചെയ്ത കഥകൾ ഇപ്പോൾ പുറത്തു പറയും. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുംബൈ ബേസ്ഡ് ഒരു PR ഏജൻസിക്ക് വൻ തുക കൊടുത്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത്. അത് കിഫ്ബിയുടെ ഫണ്ട് എടുത്താണ് ചെലവഴിച്ചത് എന്ന ഗുരുതരമായ ആരോപണം. അത് ആരോപണമല്ല, ഒരു വെളിപ്പെടുത്തലാണ്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥൻ അത് പറയുമ്പോൾ രേഖകളുടെ പിൻബലമില്ലാതെ ഒരു IAS ഉദ്യോഗസ്ഥൻ പോലും, ഒരു സാധാരണ LD ക്ലർക്ക് പോലും ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥൻ, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കൃത്യമായി പരിണിതപ്രജ്ഞനായ, നിയമവും വകുപ്പും ചട്ടങ്ങളും കൃത്യമായി അറിയുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന ബി അശോകിനെ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിടുവായത്തനം പറയില്ല. അത് 100% ഉറപ്പാണ്. അദ്ദേഹം പറയുന്നതിന് രേഖകളുടെ പിൻബലമുണ്ട്. അതിന്റെ പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ പോലും ആ വിഷയം വളരെയധികം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, വിരമിച്ച ഒരു IAS ഉദ്യോഗസ്ഥന് 1-2 വർഷമൊക്കെ നീട്ടിക്കൊടുക്കുന്നത് മനസ്സിലാക്കാം, സ്വാഭാവികമാണ്. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ തീർക്കാനും പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം വിരമിച്ചു കഴിയുമ്പോൾ വേറൊരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരും. അപ്പോൾ ആ ആള് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തിന് 1 വർഷമോ 2 വർഷം വരെയോ നീട്ടിക്കൊടുക്കാനുള്ള വകുപ്പ് നമ്മുടെ സർവീസ് ചട്ടങ്ങളിലുണ്ട്. അത് സർക്കാർ ചെയ്യുമ്പോൾ ഒരു സ്വാഭാവിക നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യവും ആരും കൊടുക്കാറില്ല. പക്ഷേ അങ്ങനെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഈ തരത്തിലേക്ക് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു സ്ഥാനം നൽകി ആ കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ട് അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അതായത് ലക്ഷങ്ങളാണ് ശമ്പളം. പലതവണ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അതെ, സർക്കാർ ട്രഷറി വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും ഇത്തരം ഉദ്യോഗസ്ഥർക്ക്, ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിലല്ല. നോക്കൂ, മുൻ DGP ലോക്നാഥ് ബെഹ്റ, അതുപോലൊരു മുൻ DGP ഉണ്ടായിരുന്നല്ലോ, സെൻകുമാർ, അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കില്ല. ജേക്കബ് തോമസ് അവരെ നീട്ടിക്കൊടുക്കില്ല. അലക്സാണ്ടർ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് നീട്ടിക്കൊടുത്തില്ല. പക്ഷെ ലോക്നാഥ് ബെഹ്റയ്ക്ക് നീട്ടിക്കൊടുത്തു. ലോക്നാഥ് ബെഹ്റ എന്തൊക്കെയാ ചെയ്തതെന്ന് നമുക്കറിയാം. അത് മോൻസൻ മാവുങ്കലിന്റെ കാര്യത്തിലാണെങ്കിലും ലോക്നാഥ് ബെഹ്റയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെ വന്നെങ്കിലും എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടിയെന്നുള്ളത് നമുക്ക് എവർക്കും അറിയുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ഈ ലോക്നാഥ് ബെഹ്റ ഇപ്പോ നമ്മുടെ കൊച്ചി മെട്രോയുടെ CMD ആണ്. അപ്പോൾ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഇങ്ങനത്തെ സ്ഥാനങ്ങളിൽ ഇരുത്തി വൻ തുക ശമ്പളം കൊടുത്തുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ്? ഈ ബി അശോക് ചൂണ്ടിക്കാണിക്കുന്ന ഇവരുടെ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ പല കാര്യങ്ങളും അത് അഴിമതിയാണോ സ്വജനപക്ഷപാതമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ നടത്തിയ കാര്യങ്ങൾ അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിച്ചത് ഇവരൊക്കെയാണ്.
ആ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തന്ന സഹായങ്ങൾക്ക് പകരം ഇതിരിക്കട്ടെ. ഇതാണ്. നോക്കൂ, ഇത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനമല്ല സർക്കാർ. അതെ, അങ്ങനൊരു സംവിധാനമല്ല നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പ് നൽകുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ചാണ് ഭരിക്കേണ്ടത്, ഭരണഘടന അനുസരിച്ചാണ് ഭരിക്കേണ്ടത്. അല്ലാതെ ചെയ്യുമ്പോൾ അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ഭരണഘടനയെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. നമ്മുടെ രാജ്യത്തിലെ സിസ്റ്റം, നമ്മുടെ സംവിധാനം നോക്കൂ. BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ അതിപ്രഗത്ഭരായ ഒരു കൂട്ടം ബുദ്ധിജീവികൾ, രാജ്യത്തെ സ്നേഹിച്ചവർ അവർ എഴുതി ഉണ്ടാക്കിയതാണ് എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് കാണുന്നത്. ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമന്യേ എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പാക്കുന്ന ഇന്ത്യൻ പൗരനാണെന്ന അഭിമാനത്തോടു കൂടി തലയുയർത്തി പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ലിഖിതമായ ഭരണഘടന, ഒരു സിസ്റ്റം ഉണ്ടാക്കി തന്നത് അവരെയാണ്. അവരെ അവഹേളിക്കലാണ് നമ്മുടെ നാട്ടിൽ ഈ ഭരണാധികാരികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു മറുവശം ചൂണ്ടിക്കാണിക്കാം. നരേന്ദ്രമോദി ഗുജറാത്തിൽ ഭരണാധികാരിയായിരുന്നു. അന്ന് അവിടെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു മലയാളിയുണ്ട്. എല്ലാവരും പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാഴ്ത്തിപ്പാടി. മോദി ഡൽഹിയിലേക്ക് വരുമ്പോൾ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി കൈലാസ്നാഥ് എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുവരും. മോദി ഡൽഹിയിലേക്ക് വന്നു, ഒറ്റയ്ക്കാണ് വന്നത്. ഈ കൈലാസ്നാഥിന് ഡൽഹിയിൽ ഒരു പദവിയും കിട്ടിയതായിട്ട് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞത്. അദ്ദേഹം ഗുജറാത്തിൽ തന്നെ ഇരുന്നു, സേവനം പൂർത്തിയാക്കി വിരമിച്ചു, അന്തസ്സായിട്ട് പെൻഷനും വാങ്ങി വീട്ടിൽ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനിയിൽ അങ്ങനെയുണ്ട്. ഇവർക്കൊക്കെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികൾ ഇവരെ എടുക്കും. അല്ല, ഇവരുടെ കഴിവ് തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടി അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം വിനിയോഗിക്കാം. നമുക്കൊരു എതിർപ്പുമില്ല. അവർ സ്വകാര്യ കമ്പനിയിൽ പോയി ജോലി ചെയ്യട്ടെ, അവർക്ക് അതിനുള്ള വൻ തുക ശമ്പളം കിട്ടട്ടെ. ഒരുപക്ഷെ സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ വലിയ ശമ്പളം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ റിലയൻസ് ഒക്കെ അങ്ങനെയാണല്ലോ. അംബാനിയും അദാനിയും ഒക്കെ അല്ലെങ്കിൽ ടാറ്റയും ബിർളയും ഒക്കെ സർക്കാർ കൊടുക്കുന്ന ഈ ഒരു ശമ്പളമാണോ അവർ കൊടുക്കുന്നത്? അല്ല, അത് വലിയ വലിയ തുകയാണ്. അത് പോട്ടെ. അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ സേവനം അനുഷ്ഠിക്കും. ഈ രാജു നാരായണ സ്വാമിയുടെ അനക്കൊന്നും കാണുന്നില്ല. അല്ല, രാജു നാരായണ സ്വാമി എങ്ങനെ വയ്ക്കും? രാജു നാരായണ സ്വാമി, സുരേഷ് കുമാർ, ഋഷിരാജ് സിംഗ് ഇവരൊക്കെ പൂച്ചകളാണ്. ഇവര് മറ്റേ എലിയെ പിടിക്കാൻ നടന്ന പൂച്ചകളാണ്. മൂന്നാറിൽ ആ പൂച്ചകളെയാണ് VS ഇറക്കിയത്. ആ പൂച്ചകളെ പിണറായി തീറ്റി പോറ്റും. ശ്രീലയ്ക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ ഒരു അബദ്ധം പിണറായി ചെയ്യുമോ? അപ്പോ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ണിലെ കരടായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ. ആ കേസ് സെറ്റിൽ ചെയ്ത് ശ്രീറാം വെങ്കിട്ടരാമനെ ഒതുക്കി. അല്ല, പോട്ടെ, ഞാൻ അത് നമ്മൾ പറഞ്ഞു വന്ന ഈ വിഷയത്തിൽ നിന്ന് പോകും. അശോക് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. കാരണം കിഫ്ബി എന്തിനു വേണ്ടി നിർമ്മിച്ചതാണെന്ന് എന്ന് പറയുന്ന ഒരു വെള്ളാനയെ തീർച്ചയായിട്ടും, അതായത് 2 രൂപ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ലിറ്ററിന് 2 രൂപ നമ്മളതിൽ നിന്ന് വാങ്ങുന്ന സർക്കാർ, അമിതമായി വാങ്ങുന്ന സർക്കാർ അത് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ വികസനമല്ല നടപ്പാക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളാണ് അശോക് ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ നിസാരവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച, അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന അത്തരത്തിലാണ് അശോകിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ ഫലമാണ് അശോക് ഇപ്പോൾ അനുഭവിക്കുന്ന സസ്പെൻഷൻ. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതിനെ എന്താ പറയുക, അനീതിയെ എതിർത്തതിന് കിട്ടിയ സമ്മാനം, അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രശാന്ത് നായരുടെ കാര്യം അത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ പ്രശാന്ത് നായരെ അതിക്രൂരമായി വേട്ടയാടി, അങ്ങനെ തന്നെ പറയണം, വേട്ടയാടി എന്ന് പറയണം. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ അശോകോ പ്രശാന്ത് നായരോ ഒന്നുമല്ല വിഷയം, അഴിമതിയാണ് വിഷയം. KM എബ്രഹാമിനെ പോലെ വിരമിച്ച് കാലാവധി കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും ഒരു ഉദ്യോഗസ്ഥനെ എന്തിന് തീറ്റിപ്പോറ്റുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം പിണറായി സർക്കാർ പറയേണ്ടതാണ്. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്തും ചെയ്യും, ആർക്കും ഒന്നും ചോദിക്കാൻ അവകാശമില്ല. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല.
നമ്മുടെ നികുതി പണമാണ്. യഥാർത്ഥത്തിൽ പ്രശാന്ത് അതിലൊരു കാര്യം കൂടി പറയണം, ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തതാണ്. നേരെ മറിച്ച് ഇവിടെ BJP ആയിരുന്നു പ്രതിപക്ഷമെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയെ കോർണർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും BJP ആയിരുന്നു ഇവിടെ ഒരു പ്രതിപക്ഷ കക്ഷിയായി നിന്നിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾക്കെങ്കിലും ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ ശക്തമായ രീതിയിൽ ഇപ്പൊ ഈ VD സതീശനൊന്നും ഒന്നും ഒരു കുറച്ചല്ല BJP അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിയത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതാണ്, നഗരസഭയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നഗരസഭയിൽ നടന്ന ഓരോ കൊള്ളയും പുറത്തു കൊണ്ടുവരികയാണ്. അക്കമിട്ട് അതാണ് ഈ ശിവൻകുട്ടിക്കൊക്കെ വാലേറ്റി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം പണ്ട് മേയറായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങി വെച്ച ഈ കൊള്ള, നഗ്നമായ കൊള്ള, മേയർമാരിൽ ഇപ്പോ ഒന്നും അറിയാത്തത് ആര്യ രാജേന്ദ്രന്റെ മാത്രമാണ്. ആര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും. വാസ്തവത്തിൽ അത് തന്നെയാണ് ആര്യ രാജേന്ദ്രന്റെ പ്രശ്നം. ഒന്നും അറിയില്ല. ഇവര് വിചാരിച്ചെന്നു വെച്ചാൽ ഈ ഡമ്മിയെ മുമ്പിൽ നിർത്തി പഴയതുപോലെ വാരാം എന്ന് കരുതി. പക്ഷെ അത് പൊട്ടിപ്പോയി, പൊളിഞ്ഞുപോയി. ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതായത്, ആ പെൺകൊച്ചിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതിരിക്കട്ടെ, നമുക്ക് അതുകൊണ്ടാണ് പ്രശാന്തിന് വെപ്രാളം വന്നു, ശിവൻകുട്ടിക്ക് വെപ്രാളം വന്നു, പ്രശാന്തിന് മുൻ മേയർമാരെല്ലാം വെപ്രാളത്തിൽ, എല്ലാവർക്കും, ശ്രീകുമാറിന് ഒക്കെ വാലി തീ പിടിച്ച് ഓടുകയാണ്. പിന്നെ കുടിവെള്ളമില്ല, കറണ്ടില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് വളരെ കൃത്യമാണ്. ഈ KM എബ്രഹാമിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ പുറകിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്, അവരതറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അശോക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. ഒരു സസ്പെൻഷൻ കൊണ്ട് ഇതൊന്നും അവസാനിക്കില്ല. പ്രശാന്ത് നായരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. പ്രശാന്ത് നായരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. പ്രശാന്ത് നായർ നിൽക്കുന്ന നിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അശോകിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. അപ്പോൾ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തി അവരെ വേട്ടയാടാം എന്ന് വിചാരിക്കേണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ പ്രതിപക്ഷമൊക്കെ നിർജീവമായി പോയേക്കാം, രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാനും കരുതുന്നു. പക്ഷേ ഈ നാട്ടിലെ പൊതുജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ നല്ലവണ്ണം ഓർമ്മിക്കണം. അവർ തീർച്ചയായിട്ടും ഇതിന് പ്രതികാരം ചെയ്യും. ആ പ്രതികാരം മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ സർക്കാരിന് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.